പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, യേശു കടലിനെ ശാന്തമാക്കിയ സംഭവം നമ്മളിന്ന് ധ്യാന വിഷയമാക്കുകയാണ്. തുടക്കത്തിൽ മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാമത്തെ അധ്യായം 39-ാമത്തെ വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. അവൻ ഉണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാവുക. കാറ്റ് ശമിച്ചു, പ്രശാന്തതയുണ്ടായി. ഗലീലി കടൽ എന്ന് പറയുന്ന ഉൾനാടൻ തടാകത്തിലാണ് ഇത് സംഭവിച്ചത്. ആ തടാകത്തിൽ ധാരാളം നല്ല മീനുണ്ട്. ഇന്ന് സെൻറ്റ് പീറ്റേഴ്സ് ഫിഷ് എന്നറിയപ്പെടുന്ന ആ മീൻ എല്ലാവർക്കും ഒത്തിരി രുചികരമായി അനുഭവപ്പെടാറുണ്ട്. ഇവിടെ നിന്ന് മീൻ പിടിച്ച് വിറ്റ് ഉപജീവനം കഴിച്ചിരുന്നവരെയാണ് യേശു ശിഷ്യന്മാരായിട്ട് തിരഞ്ഞെടുത്തത്. കടലെന്ന് പറയുന്നെങ്കിലും ഒരു തടാകമാണ്. ഏകദേശം 22 കിലോമീറ്റർ തെക്കു വടക്ക് നീളവും കിഴക്കു പടിഞ്ഞാറ് ഏറ്റവും വീതി കൂടിയ പ്രദേശത്ത് 13 കിലോമീറ്റർ വീതിയും ഉള്ള ഒരു തടാകം. ഏതാണ്ട് ഹൃദയത്തിൻ്റെ ഷേപ്പിലാണ് ഈ തടാകം. ഇരുവശത്തും വലിയ മലകളുണ്ട്. പൊതുവെ ശാന്തമാണ് ഈ തടാകം. പക്ഷേ ചിലപ്പോൾ അപ്രതീക്ഷിതമായി ഈ തടാകത്തിൽ വലിയ കോളിളക്കം ഉണ്ടാകും. വടക്ക് നിന്ന് ലെബനോൺ മലകളിൽ നിന്ന് വരുന്ന കാറ്റാണ് ഇതിന് കാരണമായി തീരുന്നത്. അനേകം തവണ വർഷങ്ങളോളം ഈ തടാകത്തിൽ തോണിയുമായി രാവും പകലും സഞ്ചരിച്ചിരുന്ന ശിഷ്യന്മാരാണ് പെട്ടെന്ന് ഒരു അപകടത്തിൽപ്പെടുന്നത്. ആ അപകടത്തിൽപ്പെട്ട സംഭവമാണ് സുവിശേഷകന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്ന, പ്രത്യേകിച്ച് മർക്കോസും മത്തായിയും സുവിശേഷങ്ങളിൽ. അപ്രതീക്ഷിതമായിട്ടാണ് ഈ തടാകത്തിൽ കൊടുങ്കാറ്റുണ്ടായത്. വഞ്ചി മുങ്ങുമെന്ന രീതിയിലായി. ഉയർന്ന തിരമാലകളിൽ ആടിയുലഞ്ഞ വഞ്ചി എപ്പോഴാണ് താഴേക്ക് പോകുമെന്നറിയില്ല. ഈ സമയം മുഴുവനും യേശു അമരത്ത് തലയിണ വെച്ച് ഉറങ്ങുകയായിരുന്നു എന്നാണ് സുവിശേഷം പറയുന്നത്. വലിയ കോളിളക്കത്തിൽപ്പെട്ട വഞ്ചിയിൽ ഉറങ്ങിക്കിടക്കുന്ന യേശുവിനെ വിളിച്ചുണർത്തുന്ന ശിഷ്യന്മാർ അവർ ഭയചകിതരായിരുന്നു. കർത്താവെ, ഞങ്ങളെ രക്ഷിക്കണമെന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ പറയും. ഗുരു, ഞങ്ങളിതാ നശിക്കുന്നു എന്ന് മർക്കോസിൻ്റെ സുവിശേഷത്തിലും. വലിയ അപകടത്തിൽപ്പെട്ടു പോയവർ അവർ നിലവിളിച്ചു, ഭയാക്രാന്തരായി. നിലവിളി കേട്ട് കർത്താവ് ഉണർന്ന് ആദ്യമേ ചെയ്യുന്നത് കടലിനെയും കാറ്റിനെയും ശാസിച്ച് ശാന്തമാക്കുകയാണ്. അടങ്ങുക, ശാന്തമാവുക. കാറ്റടങ്ങി, തിരമാലകൾ ഒതുങ്ങി, ശാന്തമായി. ഇതൊരു വലിയ പ്രതീകമായിട്ടാണ് സുവിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത്. വലിയ കൊടുങ്കാറ്റിൽപ്പെട്ട് തകർന്നു പോകുമെന്ന് കരുതുന്ന വഞ്ചി, അത് നമ്മുടെയൊക്കെ ജീവിതമാകാം. ഓരോ വ്യക്തിയുടെയും ജീവിത സാഹചര്യങ്ങളാവാം. ഒട്ടും പ്രതീക്ഷിക്കാത്ത അപകടങ്ങളും അത്യാഹിതങ്ങളും കടന്നു വരുമ്പോൾ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു എന്ന് പോകുന്ന സാഹചര്യങ്ങളുണ്ടാവാം. അതല്ലെങ്കിൽ നമ്മുടെ കുടുംബമാകാം, നമ്മുടെ സമൂഹമാകാം, സഭയാവാം, രാഷ്ട്രമാവാം. കൊടുങ്കാറ്റിൽപ്പെട്ട് ഉലയുന്ന വഞ്ചി തകർന്നു പോകാൻ തുടങ്ങുമ്പോൾ ആ വഞ്ചിയിൽ യേശു ഉണ്ടെന്നുള്ള കാര്യം മറക്കാതിരിക്കുക. ശിഷ്യന്മാർക്ക് അറിയാമായിരുന്നു ഗുരു കൂടെയുണ്ടെന്ന്. ആ ഗുരുവിനെ അവർ വിളിച്ചുണർത്തി. അവർ നിലവിളിച്ചു. അപകടത്തിൽപ്പെടുമ്പോൾ നിരാശപ്പെടാതെ പ്രാർത്ഥിക്കണം. ഉള്ളിൽ ഉറങ്ങുന്ന യേശുവിൻ്റെ സാന്നിധ്യത്തെ ഉണർത്തണം. അഥവാ യേശു നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ബോധ്യത്തിലേക്ക് നമ്മൾ തന്നെ ഉണരണം. ഉറങ്ങുന്നത് യേശുവല്ല, വാസ്തവത്തിൽ നമ്മളാണ്. അപകടത്തിൽപ്പെട്ടു പോകുമ്പോൾ നമ്മൾ തനിച്ചായിപ്പോയി, നമ്മളെ സഹായിക്കാൻ ആരുമില്ല എന്നൊരു ചിന്തയുണ്ടാവാം. സഭ തന്നെ തകർന്നു പോകുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് പുതിയ ഇനത്തിൽ തന്നെ തുടങ്ങുന്നുണ്ട്. വിജാതിയുടെ അടുക്കിലേക്ക് സുവിശേഷവുമായിട്ട് കടന്നു പോയപ്പോൾ വിജാതിയരും യഹൂദ സഭയും തമ്മിലുള്ള ആ ഒരു സംഘർഷം തന്നെ സഭയുടെ വലിയ പിളർപ്പിന് കാരണമാകും എന്ന് തോന്നിയ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. സഭാചരിത്രത്തിൻ്റെ കഴിഞ്ഞ 20 നൂറ്റാണ്ടിൽ ഇപ്രകാരമുള്ള സംഭവങ്ങൾ അനേകം ഉണ്ടായിട്ടുണ്ട്. ഇത് ഏത് ജീവിതത്തിലും സംഭവിക്കാം. മറക്കരുത്, കർത്താവ് കൂടെയുണ്ട്. ഒന്നേ ചെയ്യേണ്ടതുള്ളൂ, അവൻ വിശ്വസിക്കുക, വിളിച്ചുണർത്തുക. അവൻ ഉണരും, കാറ്റിനെയും കടലിനെയും ശാന്തമാക്കും. വീണ്ടും പ്രശാന്തതയുണ്ടാകും. അപ്പോൾ ഏതു സാഹചര്യവുമാകട്ടെ, നിങ്ങളുടെ ഹൃദയത്തെ അസ്വസ്ഥമാക്കുന്ന എന്തും ദൈവത്തിന് മുമ്പിൽ അവതരിപ്പിക്കുക, യേശുവിനെ വിളിക്കുക. അവൻ നമുക്ക് പ്രശാന്തത നൽകും. വലിയ ശാന്തത, നമ്മുടെ സമാധാനം നമ്മുടെ ജീവിതത്തെ നയിക്കട്ടെ. ആ ഒരു സമാധാനം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ.